നമസ്കാരം. പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പോർമുഖങ്ങളാകുന്ന രാജ്യാതിർത്തികൾ, ഡ്രോണുകളും മിസൈലുകളും ചീറിപ്പായുന്ന സ്കൈ ലൈനുകൾ, ഏതു നിമിഷവും ലോകത്തപ്പാടെ വിഴുങ്ങാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ. ആശങ്കയുടെ സൂചമുനയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ജീവിതം തന്നെ നിശ്ചലമാക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഉരുത്തിരിയുന്നത്. സമാധാനം അകലെയാണോ? സമാധാന ഭൂതിനായി ഇനി ആരവതരിക്കും? നോക്കാം ലോകയിലൂടെ. പശ്ചിമേഷ്യ വീണ്ടും വലിയ യുദ്ധത്തിന്റെ നിഴലിലായിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം കടുക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് തോക്കുകൾ എപ്പോൾ താഴെ വെക്കുമെന്നാണ്. ഈ നിർണായക ഘട്ടത്തിലാണ് ആഗോള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ സഖ്യം സമാധാന ശ്രമങ്ങളുമായി രംഗത്തെത്തുന്നത്. ദീർഘകാല സുഹൃത്തുക്കളായ പാകിസ്ഥാനും ചൈനയും സംയുക്തമായി അവതരിപ്പിച്ച സമാധാന പദ്ധതി വെറുമൊരു നയതന്ത്ര നീക്കം മാത്രമല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും സാധാരണയായി വിട്ടുനിൽക്കാറുള്ള ചൈനയുടെ പെട്ടെന്നുള്ള ഇടപെടൽ അന്താരാഷ്ട്ര നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിലുള്ള ബീജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ 5 ഇന സമാധാന പദ്ധതി പുറത്തുവിട്ടത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നതും ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്നതുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ ഇതിന് പിന്നിൽ കേവലമായ മാനുഷിക താൽപര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. ഈ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെയും പ്രത്യേകിച്ച് ചൈനയുടെയും പാകിസ്ഥാന്റെയും ആഭ്യന്തര സുരക്ഷയെയും എങ്ങനെ ബാധിക്കുമെന്ന ആകുലതകളും ഇതിന് പിന്നിലുണ്ട്. ചൈനയും പാകിസ്ഥാനും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം യുദ്ധം ഉടനടി അവസാനിപ്പിക്കുക എന്നതാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിലൂടെ സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് തടയാനാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. യുദ്ധബാധിത പ്രദേശങ്ങളിൽ സഹായം എത്തിക്കാൻ മാനുഷിക ഇടനാഴികൾ തുറക്കണമെന്ന ആവശ്യം ഇതിലുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളുടെ കാതൽ നയതന്ത്ര ചർച്ചകളാണ്. ഇറാന്റെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും പരമാധികാരവും അതിർത്തി സുരക്ഷയും സംരക്ഷിക്കപ്പെടണമെന്നും സൈനിക ശക്തിയല്ല മറിച്ച് ചർച്ചകളാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക വഴിയെന്നും ഈ സഖ്യം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന നിർദ്ദേശം സൈനികേതര ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം എന്നതാണ്. സാധാരണക്കാരെയും ആശുപത്രികളെയും ലക്ഷ്യം വയ്ക്കുന്നതിന് പുറമെ ഊർജ നിലയങ്ങൾ, ശുദ്ധജല പ്ലാന്റുകൾ, പ്രധാനമായും ആണവ നിലയങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് തടയണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനം നിലനിർത്താൻ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് ശക്തിപ്പെടുത്തണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കണമെന്നും ഈ പദ്ധതിയുടെ അവസാന ഭാഗം അടിവരയിടുന്നു. ഇതൊരു ദീർഘകാല സമാധാന ചട്ടക്കൂടിന്റെ ഭാഗമായാണ് ബീജിംഗും ഇസ്ലാമാബാദും കാണുന്നത്. ഇതുവരെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ നിന്നും ശ്രദ്ധാപൂർവം അകലം പാലിച്ചിരുന്ന ചൈന ഇപ്പോൾ എന്തിനാണ് ഈ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇതിനുള്ള പ്രധാന ഉത്തരം ഊർജ സുരക്ഷ എന്നതാണ്. ചൈനയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി ഇറാനിൽ നിന്നുള്ള എണ്ണയാണ്. പ്രതിദിനം ഏകദേശം 1.38 ദശലക്ഷം ബാരൽ എണ്ണയാണ് ചൈന ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ചൈനയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 12% വരും. കൂടാതെ ചൈന ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ 50% കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തെ തുടർന്ന് അടച്ചിടിക്കുന്നത് ചൈനീസ് വ്യവസായങ്ങളെ നിശ്ചലമാക്കും. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് ചൈനയുടെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കും. അതുകൊണ്ട് തന്നെ ഇറാന്റെ സംരക്ഷകൻ എന്നതിലുപരി സ്വന്തം സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് ബീജിംഗ് ഏറ്റെടുത്തിരിക്കുന്നത്. ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അഥവാ BRI, പാകിസ്ഥാനിലെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അഥവാ CPEC എന്നിവയുടെ സുഗമമായ നടത്തിപ്പിന് പശ്ചിമേഷ്യയിലെ സമാധാനം അത്യന്താപേക്ഷിതമാണ്. ഈ മേഖലയിലെ അസ്ഥിരത ചൈനയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളെ അപകടത്തിലാക്കും. ഈ സമാധാന നീക്കത്തിൽ പാകിസ്ഥാൻ ഒരു നയതന്ത്ര പാലമായാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ചർച്ചകൾ നടക്കാത്ത സാഹചര്യത്തിൽ സന്ദേശങ്ങൾ കൈമാറാൻ പാകിസ്ഥാൻ മുമ്പും സഹായിച്ചിട്ടുണ്ട്. തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് പാകിസ്ഥാൻ നടത്തിയ പ്രാഥമിക ചർച്ചകളാണ് ചൈനയെ കൂടി ഇതിലേക്ക് എത്തിച്ചത്.
അമേരിക്കയുടെ 15 സമാധാന പദ്ധതി ഇറാനിലേക്ക് കൈമാറിയതും പാകിസ്ഥാൻ വഴിയായിരുന്നു. എന്നാൽ ഇറാൻ അത് തള്ളിക്കളയുകയും സ്വന്തം ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഒരു വശത്ത് ചൈനയുമായുള്ള അടുത്ത ബന്ധവും മറുവശത്ത് ഇറാനുമായുള്ള അതിർത്തി പങ്കിടലും പാകിസ്ഥാനെ ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ പ്രധാനിയാക്കുന്നു. പാകിസ്ഥാന്റെ വിദേശകാര്യ നയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അമേരിക്കയെയും ഇറാനെയും ഒരുപോലെ കൈകാര്യം ചെയ്യുക എന്നത്. ചൈനയെ ഒരു ഗ്യാരണ്ടർ അല്ലെങ്കിൽ ജാമ്യക്കാരനായി ഇറാൻ കാണുമോ എന്നതാണ് ഇപ്പോൾ നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ചൈന തയ്യാറായാൽ മാത്രമേ അമേരിക്കയുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടിക്ക് ഇറാൻ തയ്യാറാകൂ എന്ന് പല വിദഗ്ധരും വിലയിരുത്തുന്നു. സമാധാന നീക്കങ്ങൾ ശക്തമാണ് എങ്കിലും ഇതിനു മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ വലുതാണ്. ഈ സമാധാന പദ്ധതി തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന സൂചനയാണ് ഇറാൻ ഇതുവരെ നൽകിയിട്ടുള്ളത്. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ല എന്നും പാകിസ്ഥാൻ പോലുള്ള മധ്യസ്ഥരെ തങ്ങൾ ഔദ്യോഗികമായി നിയമിച്ചിട്ടില്ല എന്നും ഇറാന്റെ മുംബൈയിലുള്ള കോൺസുലേറ്റ് വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ മേൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നതിനെ ഇറാൻ എതിർക്കുന്നു. കൂടാതെ ഈ സമാധാന പദ്ധതിയിൽ ഇറാൻ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് കൃത്യമായ മറുപടിയില്ല എന്ന് പാശ്ചാത്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയെയും ഇസ്രയേലിനെയും സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശികമായ സൈനിക സ്വാധീനവുമാണ് പ്രധാന പ്രശ്നങ്ങൾ. ചൈന പാകിസ്ഥാൻ പദ്ധതി ഈ കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഇത് എത്രത്തോളം ഗൗരവമായി എടുക്കുമെന്ന് കണ്ടറിയണം. യുദ്ധം ആര് തുടങ്ങി എന്നതും ആരാണ് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നതുമായ തർക്കങ്ങൾ ഇരുപക്ഷത്തും നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഉറപ്പാണ്. ചൈന ആദ്യമായി ഒരു പ്രധാന ആഗോള സംഘർഷത്തിൽ സജീവ മധ്യസ്ഥനായി മാറുന്നത് അമേരിക്കയുടെ നയതന്ത്ര അധീശത്വത്തിന് വെല്ലുവിളിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കാണിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പശ്ചിമേഷ്യയിൽ ചൈന കൂടുതൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള കിടമത്സരം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. സമാധാനം ഉടൻ ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. എങ്കിലും ചൈനയെ പോലൊരു വലിയ ശക്തി പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നടത്തുന്ന ഈ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിന് അവഗണിക്കാൻ കഴിയില്ല. എണ്ണവിലയിലെ കയറ്റിറക്കങ്ങളും കടൽ മാർഗമുള്ള വ്യാപാര തടസ്സങ്ങളും ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഇത്തരമൊരു പദ്ധതിക്ക് പിന്തുണയേറാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ കനൽ കെടുത്താൻ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ തന്ത്രപരമായ സൗഹൃദം വിജയിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ യുദ്ധഗതിയെ ആശ്രയിച്ചിരിക്കും. വൻശക്തികൾ തമ്മിലുള്ള ബലപരീക്ഷണം തുടരുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയുമാണ് ഇപ്പോൾ തുലാസിലാടുന്നത്. കരീബിയൻ കടലിലെ വിപ്ലവ വീര്യത്തിന്റെ പ്രതീകമായ ക്യൂബ ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹവാനയിലെ മനോഹരമായ മാലേക്കോൺ കടൽ തീരത്ത് സന്ധ്യാനേരത്ത് ഇരുട്ട് പരക്കുമ്പോൾ അത് കേവലം ഒരു വൈദ്യുതി തടസ്സത്തിന്റെ മാത്രം കഥയല്ല പറയുന്നത്. മറിച്ച് തകർന്നടിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെയും അനിശ്ചിതത്വത്തിലായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും രോദനമാണ്. 10 ദശലക്ഷത്തോളം ആളുകൾ പൂർണ്ണമായ ഇരുട്ടിൽ കഴിയേണ്ടി വരുന്ന ഈ സാഹചര്യം കേവലം സാങ്കേതിക തകരാറുകൾ കൊണ്ട് സംഭവിച്ചതല്ല. ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും അമേരിക്കയുടെ കടുത്ത പ്രതിരോധങ്ങളും ആഭ്യന്തരമായ അധികാര വടംവലികളും ഒത്തുചേരുന്നുണ്ട്. മിഗേൽ ഡയസ് കനാൽ എന്ന പ്രസിഡന്റിന് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനാകുമോ, അതോ ക്യൂബയുടെ അധികാര ശ്രേണിയിൽ വലിയൊരു മാറ്റം ആസന്നമാകുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്യൂബ നേരിടുന്ന ഈ മാനുഷിക ദുരന്തത്തിന്റെ ആഴമളക്കാൻ ഹവാനയിലെ ആശുപത്രികളിലെയും തെരുവുകളിലെയും കാഴ്ചകൾ മാത്രം മതിയാകും. ഇന്ധനമില്ലാത്തതിനാൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ട്രക്കുകൾ നിരത്തിലിറങ്ങുന്നില്ല. നഗരങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഉയരുകയാണ്. പൊതുഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു. ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്ന ആശുപത്രികളും പാലും മരുന്നും കിട്ടാതെ വലയുന്ന കുട്ടികളും ഗർഭിണികളും ആധുനിക ലോകത്തിന് വിശ്വസിക്കാനാകാത്ത തരത്തിലുള്ള കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നത്. ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് ജേർണലിലെ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ ഒരു ജനതയെ എങ്ങനെ നിശബ്ദമായി കൊന്നൊടുക്കുന്നു എന്നാണ്. ശിശുമരണ നിരക്ക് ഉയരുന്നതായും ശുചിത്വമില്ലാത്ത സാഹചര്യങ്ങൾ മൂലം രോഗങ്ങൾ പടരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു.
വിറകടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടി വരുന്ന ക്യൂബൻ ജനത ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം അമേരിക്കയുടെ കടുത്ത നിലപാടുകളാണ് എന്ന ഹവാന ആരോപിക്കുമ്പോൾ ക്യൂബൻ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിന് പിന്നിലെന്ന് ഒരു വിഭാഗം നിരീക്ഷകർ കരുതുന്നു. അമേരിക്കയുമായുള്ള ക്യൂബയുടെ ശത്രുതയ്ക്ക് ശീതയുദ്ധകാലത്തോളം പഴക്കമുണ്ട്. എന്നാൽ 2025 ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഈ ശത്രുത അതിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധന നീക്കം തടഞ്ഞുകൊണ്ടും ക്യൂബയ്ക്ക് എണ്ണ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഭീഷണി ഉയർത്തിക്കൊണ്ടും അമേരിക്ക ക്യൂബയെ ശ്വാസം മുട്ടിക്കുകയാണ്. ക്യൂബയാണ് അടുത്തത് എന്ന ട്രംപിന്റെ പ്രസ്താവന ഒരു സൈനിക നീക്കത്തിന്റെ സൂചനയാണോ എന്ന ഭയം ലോകമെങ്ങും നിലനിൽക്കുന്നു. ഈ രാഷ്ട്രീയ സമ്മർദ്ദം ക്യൂബയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രസിഡന്റ് മിഗേൽ ഡയസ് കാനലിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു നേതൃത്വത്തെ കൊണ്ടുവരാൻ അമേരിക്ക പരോക്ഷമായി ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ വിഷയം. ക്യൂബയിൽ അധികാരം എന്നത് പ്രസിഡന്റ് പദവിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭരണഘടനയനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ക്യൂബയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ നിശ്ചയിക്കുന്നത് പാർട്ടിയാണ്. മിഗേൽ ഡയസ് കാനൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണ് എങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായ അധികാരമുണ്ടോ എന്നത് സംശയകരമാണ്. ക്യൂബൻ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ കുടുംബം ഇപ്പോഴും ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മുൻ പ്രസിഡന്റ് രാഹുൽ കാസ്ട്രോയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും പ്രധാന തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത്. കൂടാതെ ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ 60% നിയന്ത്രിക്കുന്ന ഗായേസ എന്ന സൈനിക നിയന്ത്രണ കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ് യഥാർത്ഥ അധികാരം. സൈനിക ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന ഈ സ്ഥാപനം ക്യൂബയുടെ സാമ്പത്തിക സിരിയായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡയസ് കാനൽ എന്നത് ഒരു മുഖം മാത്രമാണ് എന്നും യഥാർത്ഥ അധികാരം സൈന്യത്തിന്റെയും കാസ്ട്രോ കുടുംബത്തിന്റെയും കൈകളിലാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഡയസ് കാനൽ സ്ഥാനമൊഴിയേണ്ടി വന്നാൽ ആരായിരിക്കും അടുത്തത് എന്നതിനെക്കുറിച്ച് പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഓസ്കാർ പെരസ് ഒലീവ ഫാക്ടറിയുടേതാണ്. രാഹുൽ കാസ്ട്രോയുടെ ബന്ധുവായ ഇദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് ഭരണശ്രേണിയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ഗായേസിയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള അദ്ദേഹം വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻഗണന നൽകുന്ന വ്യക്തിയാണ്. കാസ്ട്രോ കുടുംബത്തിന്റെ രക്തബന്ധമുണ്ട് എങ്കിലും ഈ പേര് പരസ്യമായി ഉപയോഗിക്കാത്തത് ഒരു പരിഷ്കരണവാദിയുടെ പ്രതിച്ഛായ നൽകാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. അതേസമയം രാഹുൽ കാസ്ട്രോയുടെ കൊച്ചുമകനും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്ന രാഹുലിറ്റോ എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ ഗില്ലെർമോ റോഡ്രിഗസ് കാസ്ട്രോയും ഒരു പ്രധാന കണ്ണിയാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചകളിൽ ഇദ്ദേഹം ഒരു പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വിവരം. സൈനിക പശ്ചാത്തലമോ ഭരണപരിചയമോ കുറവാണ് എങ്കിലും കാസ്ട്രോ കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നു. മറ്റൊരു സാധ്യത റോബർട്ടോ മൊറാലിസ് ഓജഡയാണ്. പാർട്ടിക്കുള്ളിലെ സംഘടനാപരമായ പടവുകൾ ചവിട്ടിക്കയറി വന്ന അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരുന്നു. ഉദ്യോഗമായ അധികാര കൈമാറ്റമാണ് നടക്കുന്നത് എങ്കിൽ ഓജഡയ്ക്ക് മുൻഗണന ലഭിച്ചേക്കാം. എന്നാൽ ക്യൂബ ഇപ്പോൾ നേരിടുന്നത് അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഭരണമാറ്റം കൊണ്ട് ജനങ്ങളുടെ രോക്ഷം തണുപ്പിക്കാനാകില്ല. ഡയസ് കാനലിന്റെ ജനപ്രീതി കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. 2021 ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതും സാമ്പത്തിക തകർച്ചയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു. ജനസംഖ്യയുടെ 1/10 രാജ്യം വിട്ടുപോകുമെന്ന തരത്തിലുള്ള വലിയൊരു കുടിയേറ്റ തരംഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ക്യൂബയുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്നു. അമേരിക്കയുടെ തന്ത്രം വെനസ്വേലയിലേതിന് സമാനമായിരിക്കാനാണ് സാധ്യത. ഭരണകൂടത്തിന്റെ അടിത്തറ മാറ്റാതെ തന്നെ നേതൃത്വത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പരിഷ്കാരങ്ങൾക്ക് നിർബന്ധിക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ ഡയസ് കാനലിനെ മാറ്റുന്നത് കൊണ്ട് മാത്രം ക്യൂബയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നത് തർക്ക വിഷയമാണ്. വ്യവസ്ഥാപിതമായ മാറ്റങ്ങളില്ലാതെ വെറും വ്യക്തികളെ മാറ്റുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്ക ഉപരോധം പിൻവലിച്ചാൽ മാറ്റങ്ങൾ വരുത്താമെന്ന് ക്യൂബയും മാറ്റങ്ങൾ വരുത്തിയാൽ ഉപരോധം നീക്കാമെന്ന് അമേരിക്കയും വാശി പിടിക്കുമ്പോൾ ആ നടുവിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായ ക്യൂബൻ ജനതയാണ്.
ഇന്ധനമില്ലാത്ത ഇരുട്ടറകളിൽ വെളിച്ചത്തിനായി കാത്തിരിക്കുന്ന ആ ജനതയ്ക്ക് ആവശ്യമായി വേണ്ടിവരുന്നത് വ്യക്തിപരമായ അധികാര കൈമാറ്റങ്ങളല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ്. ക്യൂബൻ വിപ്ലവത്തിന്റെ അവകാശവാദങ്ങളും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താൽപര്യങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഒരു വലിയ മാനുഷിക ദുരന്തം ഒഴിവാക്കപ്പെടണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഹവാനയിലെ കൊട്ടാരങ്ങളിൽ നടക്കുന്ന തീരുമാനങ്ങൾ ക്യൂബയുടെ മാത്രമല്ല, കരീബിയൻ മേഖലയുടെ തന്നെ രാഷ്ട്രീയ ഭാവിയെ നിർണയിക്കും. ആർട്ടിമിസ് 2 ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ ഐതിഹാസിക മടക്കയാത്ര. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം വെറും കിലോമീറ്ററുകളുടേതല്ല, അത് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ശാസ്ത്രീയ പുരോഗതിയുടെയും അടയാളപ്പെടുത്തലുകൾ കൂടിയാണ്. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം അരനൂറ്റാണ്ടിലേറെ പിന്നിടുമ്പോൾ ലോകം വീണ്ടും അത്യന്തം ആകാംക്ഷയോടെ ചന്ദ്രനെ നോക്കുകയാണ്. നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം ഇന്ന് വിക്ഷേപണത്തിനൊരുങ്ങുമ്പോൾ അത് കേവലം ഒരു ബഹിരാകാശ യാത്രയല്ല, മറിച്ച് മനുഷ്യവർഗത്തിന് ചൊവ്വയിലേക്കും അതിനും അപ്പുറത്തേക്കുമുള്ള പാത വെട്ടിത്തുറക്കുന്ന വലിയൊരു പ്രയാണത്തിന്റെ തുടക്കമാണ്. 4 ബഹിരാകാശ സഞ്ചാരികൾ അടങ്ങുന്ന സംഘം 10 ദിവസം നീണ്ടു നിൽക്കുന്ന അതിസങ്കീർണമായ ഒരു യാത്രയ്ക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ബഹിരാകാശ ചരിത്രത്തിലെ ഈ സുപ്രധാന ഏടുകളെക്കുറിച്ചും ഈ ദൗത്യം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. 1972 അപ്പോളോ 17 ദൗത്യത്തിനു ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യൻ ഇതുവരെ തിരിച്ചുപോയിട്ടില്ല. ആ ചരിത്രപരമായ വിടവ് നികത്താനാണ് ആർട്ടിമിസ് ദൗത്യത്തിലൂടെ നാസ ലക്ഷ്യമിടുന്നത്. 2022 മനുഷ്യരില്ലാതെ വിജയകരമായി പൂർത്തിയാക്കിയ ആർട്ടിമിസ് 1 ദൗത്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ആർട്ടിമിസ് 2 വിക്ഷേപിക്കുന്നത്. മനുഷ്യരെ വഹിച്ചുകൊണ്ട് ചന്ദ്രനെ വലം വെച്ച് തിരികെ വരിക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വരാനിരിക്കുന്ന ആർട്ടിമിസ് 3 ദൗത്യത്തിലൂടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ മനുഷ്യനെ ഇറക്കുന്നതിന് മുൻപുള്ള ഏറ്റവും നിർണായകമായ പരീക്ഷണമാണിത്. ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കി മാറ്റി അവിടെ ഒരു വലിയ ശാശ്വത ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തിന്റെ ആദ്യ പടിയാണിത്. ആർട്ടിമിസ് 2 ദൗത്യത്തിലെ 4 അംഗങ്ങളും തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിക്കാണ് തയ്യാറെടുക്കുന്നത്. കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ച്, മിഷൻ സ്പെഷ്യലിസ്റ്റ് ജെറമി ഹാൻസൻ എന്നിവരാണ് ഈ ചരിത്ര യാത്രയിലെ ഭാഗ്യശാലികൾ. ഇതിൽ ക്രിസ്റ്റീന കോച്ച് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ വനിതയായും വിക്ടർ ഗ്ലോവർ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായും ചരിത്രത്തിൽ ഇടം പിടിക്കും. കനേഡിയൻ ബഹിരാകാശ ഏജൻസിയിൽ നിന്നുള്ള ജെറമി ഹാൻസൻ അമേരിക്കക്കാരനല്ലാത്ത ആദ്യത്തെ ചന്ദ്രയാത്രികനായി മാറും. ഇവരുടെ ഓരോ ചലനവും ഭൂമിയിലിരുന്ന് ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിക്കും. പേടകത്തിനുള്ളിലെ അതിജീവനവും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ വെല്ലുവിളികളും നേരിടാൻ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഠിനമായ പരിശീലനമാണ് ഇവർ പൂർത്തിയാക്കിയത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ SLS ആണ് ഈ ദൗത്യത്തിന്റെ നട്ടെല്ല്. നാസ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണിത്. ഏകദേശം 322 അടി ഉയരമുള്ള ഈ റോക്കറ്റ് വിക്ഷേപണ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഊർജം അവിശ്വസനീയമാണ്. റോക്കറ്റിന്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഓറിയോൺ എന്ന ക്യാപ്സ്യൂളിലാണ് സഞ്ചാരികൾ ഇരിക്കുന്നത്. മനുഷ്യർക്ക് ദീർഘകാലം കഴിയാനാവശ്യമായ ഓക്സിജൻ, വെള്ളം, താപനില നിയന്ത്രണം എന്നിവ നൽകുന്ന ആധുനിക സംവിധാനങ്ങൾ ഓറിയോണിലുണ്ട്. മുൻപത്തെ അപ്പോളോ പേടകത്തേക്കാൾ വലിയ സ്ഥല സൗകര്യവും സാങ്കേതിക മികവും ഓറിയോണിന്റെ പ്രത്യേകതയാണ്. പേടകത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ ഘട്ടത്തിലും പരീക്ഷിക്കപ്പെടും. വിക്ഷേപണത്തിന് ശേഷം ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ അത്യന്തം ഉത്തേജകജനകമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് പേടകം നിശ്ചിത ഉയരത്തിലെത്തിയാൽ റോക്കറ്റിന്റെ വിവിധ ഘട്ടങ്ങൾ വേർപെടും. അതിനുശേഷം ഓറിയോൺ പേടകം ഭൂമിയെ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ വലയം വയ്ക്കാൻ തുടങ്ങും. ആദ്യത്തെ 1-2 ദിവസങ്ങൾ വരെ സഞ്ചാരികൾ ഈ ഭ്രമണപഥത്തിൽ തന്നെ തുടരും. ഈ സമയത്താണ് പേടകത്തിന്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ഭൂമിയിൽ നിന്നും വളരെ ദൂരത്തേക്ക് പോകുന്നതിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണിത്. ഇവിടെ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കണ്ടെത്തിയാൽ യാത്ര തുടരുന്നതിന് പകരം ഭൂമിയിലേക്ക് സുരക്ഷിതമായി മടങ്ങാൻ സാധിക്കും എന്നതാണ് ഈ ഘട്ടത്തിന്റെ പ്രാധാന്യം. ഭൗമ ഭ്രമണപഥത്തിലെ പരിശോധനകൾ വിജയകരമായാൽ പേടകം അതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കും. ഇതിനെയാണ് ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നത്.
ഓറിയോണിലെ എഞ്ചിനുകൾ അതിശക്തമായി ജ്വലിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്ന് ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് പേടകം പ്രവേശിക്കും. മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിലുള്ള ഈ യാത്ര ഏകദേശം 3 മുതൽ 4 ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കും. ഈ ഘട്ടത്തിൽ സഞ്ചാരികൾ ഭൂമിയിൽ നിന്നും ഏറ്റവും വലിയ ദൂരത്തിലേക്ക് നീങ്ങുകയാണ്. ഭൂമിയിലെ റേഡിയോ തരംഗങ്ങളുടെ പരിധിക്കപ്പുറം പോകുമ്പോഴും ആശയവിനിമയ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ശൂന്യാകാശത്തെ അതിശക്തമായ റേഡിയേഷനെ പേടകം എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതും ഈ യാത്രയിൽ പരിശോധിക്കപ്പെടും. യാത്രയുടെ 5-ാം ദിവസം ഓറിയോൺ പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തും. ചന്ദ്രന്റെ ഉപരിതലത്തിന് ഏകദേശം 10,000 കിലോമീറ്ററോളം അടുത്തുകൂടിയാകും പേടകം കടന്നു പോകുക. ഇവിടെ ഫ്രീ റിട്ടേൺ ട്രാജക്ടറി എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതായത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തി പേടകത്തെ സ്വാഭാവികമായി ഭൂമിയിലേക്ക് തിരികെ വരാവുന്ന ഒരു പാതയിലേക്ക് തിരിച്ചുവിടുന്നു. ഇതിലൂടെ പേടകത്തിലെ ഇന്ധനം ലാഭിക്കാൻ സാധിക്കും. ചന്ദ്രന്റെ അദൃശ്യമായ മറുപുറം കടക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആ നിമിഷങ്ങൾ ബഹിരാകാശ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമാണ്. ചന്ദ്രന്റെ വിദൂരമായ കാഴ്ചകൾ കാണുന്നതിനൊപ്പം ഭാവിയിൽ ചന്ദ്രനിൽ ഇറങ്ങേണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ഈ ഘട്ടത്തിൽ നടക്കും. ചന്ദ്രനെ വലയം വെച്ച ശേഷം പേടകം ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങും. 8 മുതൽ 10 ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിന്റെ അവസാന ഭാഗമാണിത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ യാത്രയിലെ ഏറ്റവും അപകടകരമായ ഘട്ടം. മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്ററിലധികം വേഗത്തിലാണ് പേടകം ഭൂമിയിലേക്ക് പതിക്കുന്നത്. അന്തരീക്ഷവുമായുള്ള ഘർഷണം മൂലം പേടകത്തിന് പുറത്ത് ഏകദേശം 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടും. ഈ കഠിനമായ താപത്തെ അതിജീവിക്കാൻ ഓറിയോണിലെ അത്യാധുനിക ഹീറ്റ് ഷീൽഡുകൾ സഹായിക്കും. ഈ ഘട്ടത്തിൽ പേടകത്തിന്റെ വേഗത കുറയ്ക്കാനായി പ്രത്യേക പാരച്യൂട്ടുകൾ വിടർത്തും. അവസാന ഘട്ടത്തിൽ പസഫിക് സമുദ്രത്തിലാണ് പേടകം പതിക്കുക. സ്പ്ലാഷ് ഡൗൺ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്രിയയ്ക്ക് മുൻപായി നാസയുടെയും അമേരിക്കൻ നേവിയുടെയും കപ്പലുകൾ ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടാകും. പേടകം കടലിൽ വീണാലുടൻ തന്നെ സഞ്ചാരികളെ സുരക്ഷിതമായി പുറത്തെടുക്കുകയും പേടകത്തെ കപ്പലിലേക്ക് മാറ്റുകയും ചെയ്യും. ഇവരുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം പേടകത്തിലെ വിവരങ്ങൾ വിശകലനം ചെയ്യാൻ ശാസ്ത്രജ്ഞർക്ക് നൽകും. ഈ വിവരങ്ങളാണ് ആർട്ടിമിസ് 3 ദൗത്യത്തിന്റെ അടിത്തറയാകുന്നത്. എന്തിനാണ് നമ്മൾ ചന്ദ്രനിലേക്ക് പോകുന്നത്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. വെറുമൊരു കൗതുകത്തിനപ്പുറം വലിയൊരു ശാസ്ത്ര ലക്ഷ്യം ഇതിനുണ്ട്. ഭൂമിയിൽ തീർന്നുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾക്ക് പകരമായി ചന്ദ്രനിലെ ഹീലിയം 3 പോലുള്ള മൂലകങ്ങൾ കണ്ടെത്തുക, അവിടെ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്നിവയാണ് ലക്ഷ്യം. ഇതിലുപരിയായി ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുന്നതിനുള്ള ഒരു പരീക്ഷണ കേന്ദ്രമായി ചന്ദ്രനെ മാറ്റാൻ നാസ ആഗ്രഹിക്കുന്നു. കുറഞ്ഞ ഗുരുത്വാകർഷണത്തിൽ എങ്ങനെ ജീവിക്കാമെന്നും ദീർഘകാല ബഹിരാകാശ യാത്രകൾ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും പഠിക്കാൻ ചന്ദ്രൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ്. ആർട്ടിമിസ് 2 ഒരു ദൗത്യം മാത്രമല്ല, അത് മനുഷ്യരാശിയുടെ പ്രത്യാശയാണ്. വിഭജനങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യൻ ഒന്നിച്ചു നിന്നാൽ അസാധ്യമായതിനെ കീഴടക്കാമെന്നതിന്റെ തെളിവാണ് ഈ യാത്ര. വിക്ഷേപണ സമയത്ത് SLS റോക്കറ്റ് ജ്വലിച്ചുയരുമ്പോൾ അത് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ശാസ്ത്രത്തിലേക്ക് തിരിയാനുള്ള പ്രചോദനമായി മാറും. വരും ദശകങ്ങളിൽ ചന്ദ്രനിലെ കോളനികളും ചൊവ്വയിലെ മനുഷ്യന്റെ പാദമുദ്രങ്ങളും നമ്മൾ കാണാൻ പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇന്ന് തുടങ്ങുന്ന ഈ 10 ദിവസത്തെ സാഹസിക യാത്രയായിരിക്കും. ബഹിരാകാശ പരിവേഷണത്തിന്റെ സുവർണ കാലഘട്ടത്തിന് ഇന്ന് വീണ്ടും തുടക്കമിടുകയാണ്. ഈ ചരിത്ര നിമിഷത്തെ നമുക്ക് ആവേശത്തോടെ വരവേൽക്കാം. That's one small step for man, one gain lead for mankind എന്നാണ് ചാന്ദ്രസഞ്ചാരി നീൽ ആംസ്ട്രോങ്ങിന്റെ പ്രശസ്തമായ വാക്കുകൾ. വീണ്ടും ലോകമൊരു ചാന്ദ്രയാത്രയ്ക്കൊരുങ്ങുമ്പോൾ ഈ വാക്കുകൾ പ്രസക്തമാണ്. യുദ്ധം ഒരു സത്യമായി നിലകൊള്ളുമ്പോൾ ഓർക്കാം, സമാധാനത്തിനായി നാം വെക്കുന്ന ഓരോ കാൽവെപ്പ് പ്രധാനമാണ് എന്നത്. അതാണ് മനുഷ്യരാശിയുടെ അതിജീവനത്തിനായി നാം നൽകുന്ന ഇന്ധനം. ലോകവാർത്തകളുമായി ഇനി നാളെ കണ്ടുമുട്ടാം.